ഹായ് ഗൈസ്, പ്രൊഫസർ ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2016 പുറത്ത് വന്ന മോൺസ്റ്റർ എന്നൊരു കൊറിയൻ വെബ് സീരീസിനെ കുറിച്ചാണ്. വെബ് സീരീസിൽ മൊത്തം 50 എപ്പിസോഡുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ എപ്പിസോഡായിട്ട് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വൺ ലൈനർ പറഞ്ഞ് ഇതിൻ്റെ ത്രില്ലൊന്നും കളയുന്നില്ല. നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് തന്നെ പോകും. സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ആളാക്കിയിടുക. എന്നാൽ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഒരു വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ആ ആക്സിഡൻറ്റ് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെടുകയും എന്നാൽ അവനെ കേൾവിശക്തി നല്ലപോലെ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഹീറോ നല്ലൊരു കോടീശ്വരനായതുകൊണ്ട് ഹീറോയ്ക്ക് നിറയെ ജോലിക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഹീറോ ഇപ്പോൾ ഒരു കോടീശ്വരനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സേവൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ കൂടുന്നിട്ട് അവർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവർ കൂടുന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടിച്ചു മാറ്റി വെക്കാം, അതിന് പകരം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ടു വെക്കാം. ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്, കാരണം അവന് കേൾവിശക്തി നല്ലപോലെ കൂടുതലുള്ളൂ. ആ ദേഷ്യത്തിൽ അവിടെ ഫുഡ് കഴിക്കാൻ വെച്ച സാധനങ്ങളൊക്കെ അവൻ തട്ടി കളയുകയാണ്. അത് കണ്ടുകൊണ്ട് ഓപ്പോസിറ്റ് തന്നെ അവൻ്റെ ആൻറ്റി ഇരിക്കുന്നുണ്ട്. അവൻ്റെ ആൻറ്റി ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റി ചോദിച്ചു. അതിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരെയൊക്കെ ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടേക്കാൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് നമ്മുടെ ആൻറ്റിയുടെ മേളിലും നല്ല ഡൗട്ടുണ്ട്. കാരണം ഒരു വർഷം മുമ്പ് നടന്ന ആക്സിഡൻറ്റിൽ ഇവൻ്റെ അച്ഛനമ്മയും മരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ ആൻറ്റിയാണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിടുകയാണ്. ഇത് കേട്ട ആൻറ്റി ആകെ ഷോക്കടിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് നീ എത്ര പേരെയാണ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. അതിൽ ഹീറോ ഒന്നും പറയാണ്ട് അവിടെ നിന്ന് എണീറ്റ് അങ്ങോട്ട് പോകുന്നുണ്ട്. എണീറ്റ് പോയി നേരെ പോകുന്നത് നമ്മുടെ ലോയറെ കാണാനാണ്. നമ്മുടെ ഹീറോയ്ക്ക് ആകെ വിശ്വാസമുള്ളത് നമ്മുടെ ലോയറെ മാത്രമാണ്. അതിൽ ഹീറോ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തുക്കളൊക്കെ എത്രയും പെട്ടെന്ന് എൻ്റെ പേരിലേക്ക് ആക്കണം, അല്ലെങ്കിൽ എൻ്റെ ആൻറ്റി അത് അടിച്ചു മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്. ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ആൻറ്റിയുടെ മേളിലൊരു കണ്ണ് വെച്ചോണം, എന്നെ കൊല്ലാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. അടുത്തത് തന്നെ കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്കാണ്. ഫ്ലാഷ് ബാക്കിൽ ഒരു വർഷം മുമ്പ് നടന്ന ആക്സിഡൻ്റാണ് കാണിക്കുന്നത്. അതിൽ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ, ഹീറോയിൻ്റെ അമ്മ എല്ലാവരും 3 പേരും കൂടി ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് പോകുമായിരുന്നു. ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന സമയത്താണ്, രാത്രിയാണ് അവർ പോകുന്നത്. ആ ടൈമിൽ അവരുടെ കാറിൻ്റെ ബ്രേക്ക് ഫെയിലിയർ ആവുകയാണ്. അത് വണ്ടി എങ്ങനെയും നിർത്താനുള്ള ശ്രമത്തിൽ അവിടെ ഒരു ഭിത്തി പോലെ ഉണ്ടാവും, അതിൽ തട്ടി വണ്ടി താഴേക്ക് വീഴുന്ന പോലെ നിൽക്കുകയാണ്. ആ ഇടിച്ച സമയത്ത് തന്നെ നമ്മുടെ ഹീറോൻ്റെ അച്ഛൻ്റെ ബോധം പോയിട്ടുണ്ട്. അച്ഛൻ്റെ ബോധം പോയി, പിന്നെ ആകെ അമ്മയ്ക്ക് മാത്രമേ ബോധമുള്ളൂ. അമ്മ എണീറ്റ് നോക്കുമ്പോൾ തന്നെ അമ്മയുടെ കാറിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ പുറത്തു വരാനും സാധിക്കില്ല. ഇത് കണ്ടിട്ട് അമ്മ ആകെ ഷോക്കായി, കാരണം കാർ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴാം. നമ്മുടെ ഹീറോയിനെ എങ്ങനെയൊക്കെയോ താഴെ തള്ളിയിട്ടു. എന്നിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ അതുവഴി വന്നൊരു കാർ അവിടെ നിർത്തുകയാണ്. ആ കാറിൽ നിന്നൊരു ചുമന്ന കോട്ടൊക്കെ ഇട്ട് ഒരാൾ ഇറങ്ങി വന്ന് നമ്മുടെ ഹീറോയിൻ്റെ അമ്മേനെ നോക്കുന്നുണ്ട്. ആകെ ഷോക്കാവുകയാണ് ഹീറോയിൻ്റെ അമ്മ. പിന്നീട് എന്താ നടന്നതെന്ന് കാണിക്കുന്നില്ല. അടുത്ത നിമിഷം തന്നെ ആ ചുമന്ന കോട്ടിട്ട ആളെ ആ കാറ് തള്ളി താഴേക്കിടുകയാണ്. പക്ഷേ ഹീറോ അവിടെ മയങ്ങി കിടക്കുന്നത്, പുറത്ത് കിടക്കുന്നത് ഇയാൾ ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നേരെ പ്രസൻറ്റിലേക്കാണ് കാണിക്കുന്നത്. പ്രസൻറ്റിൽ നമ്മുടെ ഹീറോ പുതിയ ജോലിക്കാരെടുക്കാനുള്ള തിരക്കിലാണ്. അവിടേക്കാണ് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഹീറോയിനെ അവനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഹീറോയിനെ കണ്ടപ്പോൾ തന്നെ ഇവൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണോ ജോലി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഹീറോ വരികയാണ്. ആ ഹോസ്പിറ്റലിൽ നമ്മുടെ ഹീറോയിൻ്റെ തന്നെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്ന്, കാരണം ഹീറോയിൻ്റെ ആൻറ്റിയുടെ മുകളിൽ ചെറിയ ഡൗട്ട് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ നായിക, ഐ മീൻ ഹീറോയിൻ. ഇപ്പോൾ നമ്മുടെ നായികയുടെ അനിയനെ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹോസ്പിറ്റലിൻ്റെ സെക്യൂരിറ്റിയിലാണ് നമ്മുടെ നായികയുടെ അച്ഛൻ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജോലി ചെയ്തിട്ട് മകനെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരികയാണ്. അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ നായികയെ നോക്കി പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അപ്പോൾ ആൾ വലിയ ഹോസ്പിറ്റലൊക്കെ നോക്കി നടത്തുന്ന നല്ല മനസ്സുള്ള ആൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, വലിയ കോടീശ്വരനാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പറയുന്നുണ്ട് പക്ഷേ ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യപ്പെട്ടാൽ അതിന് എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ആൾക്ക് എന്താണോ അപ്പോൾ ശരി തോന്നുന്നത് അതായിരിക്കും ചെയ്യുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ടേക്ക് ആളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഹോസ്പിറ്റലിലേക്ക് വന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് തിരിച്ച് ഹാൻഡ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഹീറോയിൻ്റെ പിന്നിൽ നിന്ന് ആരോ ഹീറോയിനെ പിടിക്കുകയാണ്. അപ്പോൾ ഹീറോ ഒക്കെ പേടിച്ചിരിക്കുകയാണ്. ഹീറോ വിചാരിച്ചിരിക്കുന്നതാ ഇവൻ്റെ ആൻറ്റി ആരോ ഇവനെ കൊല്ലാൻ വേണ്ടി അയച്ചതാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ ടൈമിലാണ് ഹീറോ സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ വിളിക്കും. അപ്പോൾ അവരൊക്കെ ഓടി വരികയാണ്. അവരൊക്കെ ഓടി വന്നിട്ട് നമ്മുടെ അടുത്ത നിമിഷം തന്നെ നമ്മുടെ നായികയുടെ അനിയനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പുറത്ത് നമ്മുടെ നായിക അനിയനെ കാണാനില്ല എന്ന് പറഞ്ഞ് തപ്പിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഈ ശബ്ദം കേട്ടിട്ട് നായിക അങ്ങോട്ട് ഓടി വന്ന് നമ്മുടെ ഹീറോയിനെ തള്ളിയിടുകയാണ്. തള്ളിയിട്ടിട്ട് ചോദിക്കുകയാണ്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഈ വെയ്യാത്തൻ്റെ അനിയനെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഹീറോ ചൂടാവുകയാണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമ്മുടെ നായികയുടെ അച്ഛനും വരുന്നുണ്ട്. നായികയുടെ അച്ഛൻ ഓടി വന്നിട്ട് പറയുന്നുണ്ട്,
എന്നോട് ക്ഷമിക്കണം, ഇവരെൻ്റെ മക്കളാണ്, ഇവരെ എന്നോട് ക്ഷമിച്ച് എന്താണ് പറയുക, ആളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടരുത് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ നായകനെക്കുറിച്ച് അറിയാമല്ലോ, ഒന്നും ഒരു രക്ഷയുണ്ടാവില്ല. അപ്പം തന്നെ പറയുന്നുണ്ട്, നിന്നെ ഇനി ഹോസ്പിറ്റലിൽ കാണരുത്, നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മുടെ നായകൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ നായകൻ അവിടെ നിന്ന് പോയിട്ട് അപ്പോൾ നമ്മുടെ ഹീറോയിൻ അതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് വീട്ടുകാർക്ക് ജോലിയില്ല, കാരണം അച്ഛൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആരോ പറഞ്ഞിട്ടാണ് നമ്മുടെ നായിക ഇവിടേക്ക് ജോലിക്ക് വന്നത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ നായകൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ നായിക വന്നേക്കുന്നതെന്ന്. എന്നിട്ട് നായകൻ വിചാരിക്കും ഇവളുടെ വോയിസ് കേട്ടത് നായകന് മനസ്സിലായി, കാരണം നല്ല കേൾവിശക്തി ഉണ്ടല്ലോ. അപ്പം നായകൻ വിചാരിക്കും ഇവള് സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ജോലിക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നായികയോട് ചോദിക്കും, ഇതിനു മുമ്പ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അതിലങ്ങനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നായകൻ ആകെ ഷോക്കായിട്ടോ, അപ്പോൾ സത്യം പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്കുള്ള ജോലിക്ക് വെച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് വെക്കും. പിന്നെ അടുത്ത ദിവസം മുതൽ നമ്മുടെ നായകന് എല്ലാ പണിയും നമ്മുടെ നായികയായിരിക്കും ചെയ്യുക. അങ്ങനെ ഒരു ദിവസം ചെയ്യുന്ന സമയത്ത് നായകന് ഷർട്ട് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നായകൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് എൻ്റെ കണ്ണിക്ക് നോക്കിയിട്ട് ഇത്രയും ഭംഗിയുള്ള കണ്ണ് എന്നിട്ടും കാഴ്ച കൊടുത്തില്ലല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കുമ്പോൾ അത് നമ്മുടെ നായകനെ ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്തപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് നായകനെ ചീത്ത പറയുന്നുണ്ട്. അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായികനെ ആൻറ്റി വിളിച്ചിട്ട് അവരൊരു ഡീല് പറയുകയാണ് നമ്മുടെ നായികയോട്. എന്താ പറയണമെന്ന് വെച്ചാൽ, നിൻ്റെ അനിയനെ സുഖമില്ലാത്തതുകൊണ്ട് അതിന് കുറേ പൈസ ആവില്ലേ, അത് മൊത്തം ഞാൻ എടുക്കാം. പിന്നെ നിൻ്റെ വീട്ടിലിപ്പോൾ നിൻ്റെ അച്ഛനെ ജോലിയില്ലാത്തതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ, അതിനുള്ള കാശും ഞാൻ തരാം. അതിന് പകരമായിട്ട് നീ ഈ ആൻറ്റിക്ക് വേണ്ടി സ്പൈ ആയിട്ട് ജോലി ചെയ്യണമെന്ന് പറയും. ഇതൊക്കെ നമ്മുടെ ഹീറോ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഹീറോ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്ന്. ഇത് കഴിഞ്ഞ അടുത്ത സീനിൽ തന്നെ നമ്മുടെ നായകൻ്റെ റൂമിലേക്ക് നായിക അവിടുത്തെ പുതപ്പും ബെഡ്ഷീറ്റൊക്കെ മടക്കിയിട്ട് വരികയാണ്. ആ ടൈമിൽ നമ്മുടെ നായകൻ പറയുന്നുണ്ട്, നായികയോട് പറയുന്നുണ്ട്, നീ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിരിക്കുന്നു, ഇനി നീ ജോലിക്ക് വരണ്ടെന്ന് പറയാം. ഇത് കേട്ടതും നമ്മുടെ നായക ഷോക്കായിട്ട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടുന്നതെന്ന് ചോദിക്കും. അത് കേട്ടത് നായകൻ പറയും, നിങ്ങളോട് സംസാരിച്ചൊക്കെ ഞാൻ കേട്ടായിരുന്നു, നീ എന്നെ സ്പൈ ആയിട്ട് നീ ആൻറ്റിക്ക് സ്പൈ ആയിട്ട് ജോലി ചെയ്യുകയാണല്ലേ, ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് നമ്മുടെ നായികയെ നോക്കിയിട്ട് ചൂടാവുന്നുണ്ട്. അത് കേട്ട് നായികയും ചുമ്മാ ഇരിക്കില്ല, നിനക്ക് നല്ലൊരു മനസ്സില്ല, ഞാനതിനെ ഓക്കെ പറഞ്ഞില്ലോ എന്ന് നീ കേട്ടായിരുന്നോ, നീ വെറുതെ പകുതി കേട്ടിട്ട് പകുതി ഒന്ന് ശബ്ദം ഉണ്ടാക്കുമല്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര വഴക്കാവും. പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ അച്ഛനടക്കം നീ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടില്ല, അങ്ങനെയൊക്കെ പറയും. ഇത് കേട്ടിട്ട് ഹീറോയിൻ അവളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഹീറോയിൻ്റെ മോന്തയ്ക്ക് തന്നെ എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. ആ ദേഷ്യത്തിൽ ഹീറോ അവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഹീറോയ്ക്ക് ഒരു കോൾ വരികയാണ്. കോളിൽ നമ്മുടെ ആൻറ്റിയുടെ അസിസ്റ്റൻറ്റ് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അറിയാതെ നിൻ്റെ ഹോസ്പിറ്റലിൽ ഇവരിവിടെ വിൽക്കാൻ വേണ്ടി പോവുകയാണ്, എത്രയും പെട്ടെന്ന് നീ അത് തടയണം എന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് നമ്മുടെ ആൻറ്റിയുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ച് പറയുന്നത്. ഇത് കേട്ടത് ഹീറോ നമ്മുടെ ലോയറെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്നപോലെ ആൻറ്റി എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ വിൽക്കാൻ പോവുകയാണ്, അതിന് വേണ്ടി നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. അത് കേട്ടിട്ട് നമ്മുടെ ലോയർ ഓക്കെ പറഞ്ഞിട്ട് ലോയറിൻ്റെ ബോഡി ഗാർഡോട് പറയും, നമ്മുടെ ഹീറോ ഒരിക്കലും ആ വീട് വിട്ട് പുറത്തു പോയതെന്ന് പറയും. ഇപ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുന്നത് നമ്മുടെ ലോയർ വരെ ഹീറോയിൻ്റെ ഭാഗത്തല്ലായിരുന്നു, ആൻറ്റിയുടെ ഭാഗത്താണെന്ന്. ഹീറോയിൻ എന്നിട്ട് അവിടെ ഹീറോയിൻ്റെ വീട്ടിൽ തന്നെ ഒരു റൂമിൽ പൂട്ടിയിടും. ഹീറോ കുറേ നോക്കും, തുറക്കാനൊക്കെ നോക്കും, പക്ഷെ കഴിയില്ല. അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന ഒരു കത്രിക ഹീറോയ്ക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് അവിടെയുള്ള തുണിയൊക്കെ എങ്ങനെയൊക്കെയോ മുറിച്ച്, കാരണം ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മുറിച്ചിട്ട് എങ്ങനെയൊക്കെയോ താഴെ വന്ന് അങ്ങനെ റോട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ, അവരവിടെ ഹോസ്പിറ്റലിൽ വിൽക്കുന്ന നിർത്തണമല്ലോ. അപ്പോൾ ആ വഴിയെ നമ്മുടെ നായിക വരുന്നുണ്ട്, ഹീറോയിന് വരുന്നുണ്ട്. നായിക വന്നത് ഹീറോയിനെ നോക്കി ചോദിക്കുന്നുണ്ട്, ഹീറോയിനെ നോക്കി പറയുന്നുണ്ട്, ഇവിടെ നിന്നാൽ ബസ്സൊന്നും കിട്ടില്ല, ടാക്സി ഒന്നും കിട്ടില്ല, അപ്പുറത്ത് മാറി നിൽക്കണം എന്ന് പറയും. അപ്പം നമ്മുടെ നായകൻ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട, നീ പോയിക്കോന്ന് പറയും. അപ്പം നമ്മുടെ നായകൻ വിചാരിക്കും കുറച്ചൊക്കെ മുന്നിൽ നിന്നാൽ വണ്ടി വല്ലതും കിട്ടുമെന്ന് പറഞ്ഞിട്ട് നേരെ മുന്നിലേക്ക് നിൽക്കും. ഹീറോയ്ക്ക് കണ്ണുകാണത്തോണ്ട് അവിടെ ഇതിൽ തട്ടി താഴെ വീഴും. അപ്പോൾ ആ സമയം തന്നെ ഒരു കാർ ഇരിക്കാൻ വന്നു, ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു. ഇത് നമ്മുടെ നായിക കണ്ടിട്ട് ഇവരെങ്ങനെ വിട്ടിട്ട് പോയാൽ വല്ല വണ്ടിയുടെ അടിയിൽ പോകും, എന്താ ചെയ്യുക, കണ്ടക്ഷനി എന്തെങ്കിലും കൊണ്ടല്ലേ പോവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നായകനും കയറ്റിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണം. നമ്മുടെ നായകനാണെങ്കിൽ ഹീറോയിനെ മുറുക്കി പിടിച്ചേക്കാണ്, അപ്പം നമ്മുടെ നായിക പറയുന്നുണ്ട്, നീ പതുക്കെ പിടിച്ചാൽ മതി, നീ വണ്ടിയിൽ നിന്ന് വീഴത്തൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നായകൻ പറയുന്നുണ്ട്, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ പിടിക്കുന്നത്, ഞാൻ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പിടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്ന വഴിക്ക് തന്നെ അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്.
അപ്പം അങ്ങനെയൊക്കെ പോയി നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ആ ഡീല് നടക്കുന്നിടത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഈ ഹോസ്പിറ്റൽ വിൽക്കുന്നതായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, ഞാൻ അറിയാണ്ടാണ് എൻ്റെ ആൻറ്റി ഇതൊക്കെ വിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവരിങ്ങനെ ഒച്ചയ്ക്ക് വിളിച്ചു പറയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വാങ്ങാൻ വന്നിരിക്കുന്നത് തന്നെ നമ്മുടെ വില്ലനാണ്. അപ്പോൾ നമ്മുടെ വില്ലനെ മുഖത്തൊക്കെ നോക്കി വെച്ചോളൂ കേട്ടോ. നമ്മുടെ വില്ലൻ ആകെ ഇതായിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. വേറെ വഴിയൊന്നുമില്ലല്ലോ, കാരണം അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് അവിടുന്ന് അവരൊക്കെ പോയതിന് ശേഷം നമ്മുടെ ആൻറ്റി വരുമ്പോൾ ആൻറ്റിയോട് പറയുകയാണ്, നിങ്ങളും ലോയറും കൂടിയല്ലേ എൻ്റെ അച്ഛനും അമ്മേനെയും കൊന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ആൻറ്റി ആകെ ഷോർട്ടായിട്ട്, എന്താ നീ പറയുന്നത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങളാണ് ചെയ്തതെന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഹീറോയ്ക്ക് ഡൗട്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ ഡൗട്ടിൻ്റെ പേരിൽ ഹീറോ ഇതൊക്കെ മൊത്തം തുറന്നടിച്ച് പറയുകയാണ്. കാരണം അവൻ ഒന്നാമത് ദേഷ്യത്തിലാണ് ആൻറ്റിയോട്, പിന്നെ ഡൗട്ടും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലോയർ വേറെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തല്ലോ, അതിന് ഹീറോയിനോട് പൂട്ടിയിടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആകെ ഷോക്കായി. അപ്പോൾ ഈ ഹീറോ ഇതൊക്കെ പറയുന്നുണ്ട്, എന്നോട് പൂട്ടിയിടാൻ പറഞ്ഞത് നിങ്ങളല്ലേ എന്നൊക്കെ ഹീറോ കുറേ പറയുന്നുണ്ട്. ഹീറോയിൻ്റെ മാനസികാവസ്ഥ വെച്ച് പറയാമല്ലോ, കാരണം അവൻ ഒന്നാമത് കണ്ണ് കാണാണ്ടിരിക്കുകയാണ്, ആരൊക്കെയാണ് അവൻ ചതിക്കുന്നതെന്ന് പോലും അറിയില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഹീറോ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഈ ആൻറ്റി അതൊക്കെ ആലോചിച്ചിട്ട് ലോയറും ആൻറ്റിയുടെ ഹസ്ബൻഡുമായിട്ടാണ് കമ്പനി. അപ്പോൾ അതൊന്ന് വിചാരിച്ച് നോക്കണം, കാരണം ലോയറും ആൻറ്റിയുടെ ഹസ്ബൻഡും നല്ല കമ്പനി ആയതുകൊണ്ട് ഈ ലോയർ ഇതൊക്കെ ചെയ്തത് ആൻറ്റിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ്. ഓക്കെ, ഈ ഹസ്ബൻഡാണ് നമ്മുടെ ഒരു വില്ലനൊക്കെ ആയിട്ട് വരും, നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ കാണാം. അപ്പോൾ ഈ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ആൻറ്റിക്ക് ചെറിയ ഡൗട്ട് തോന്നുകയാണ്. ആൻറ്റി എന്നിട്ട് ആൻറ്റിയുടെ അസിസ്റ്റൻറ്റിനോട് പറയുകയാണ് അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ആൻറ്റി നേരെ ഓഫീസിലേക്ക് വരും. ഓഫീസിലേക്ക് വരുമ്പോൾ നമ്മുടെ വില്ലൻ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ അന്ന് ബാക്കി വെച്ച അവനാണ് ഇപ്പോൾ വന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്, അന്ന് നിങ്ങളോട് പറഞ്ഞല്ലേ ആ ഹോസ്പിറ്റൽ എൻ്റെ പേരിലേക്ക് ആക്കണമെങ്കിൽ അവർ മുഴുവൻ പേരെയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ ചീത്ത പറയുന്നത് നമ്മുടെ ആൻറ്റി കേട്ടു. ആൻറ്റി എന്നിട്ട് ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ എന്തിനാ ഇതൊക്കെ ചെയ്തേ, ഇതൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്കിൾ പറയുന്നുണ്ട്, ഇപ്പം നീ മാത്രം ചെയ്തത് ശരിയാണോ, ഹീറോയ്ക്ക് കണ്ണ് കാണാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടും അത് ഡോക്ടറുടെ അടുത്ത് കാശ് കൊടുത്തിട്ട് ഇനി അവന് ഒരിക്കലും കണ്ണ് കാണാൻ പറ്റില്ല എന്ന് അവനെ വിശ്വസിപ്പിച്ചത് നീയല്ലേ, അപ്പം നീ ചെയ്തതും തെറ്റല്ലേ, അപ്പം ഞാൻ ചെയ്തത് എന്താ തെറ്റാണെന്ന് നിനക്ക് എങ്ങനെ തോന്നണേ എന്നൊക്കെ അവർ തമ്മിലൊരു ചെറിയ വഴക്കൊക്കെ ആകുകയാണ്. സത്യത്തിൽ നമ്മുടെ അവരുടെ ഹീറോൻ്റെ അച്ഛനമ്മേനെയും കൊന്നത് ഈ വില്ലനാണ്. വില്ലനല്ല, വില്ലനും ഈ ആൻറ്റിയുടെ ഹസ്ബൻഡും കൂടിയിട്ടാണ് കൊന്നത്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് വേറൊരു പെണ്ണുമായിട്ട് അഫെയറുള്ള ഫോട്ടോസൊക്കെ നമ്മുടെ വില്ലനെടുത്ത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ ഫോട്ടോസൊക്കെ ഞാൻ പ്രസ്സിനെ റിലീസ് ചെയ്യും, ഇത് ആരാന്നറിയാലോ, ഈ അഫെയർ വെച്ചിരിക്കുന്ന ഗേൾ ആരാന്ന് വെച്ചാൽ പെണ്ണാരാന്ന് വെച്ചാൽ നമ്മുടെ കൊറിയയിൽ തന്നെ വലിയൊരു പൊളിറ്റീഷ്യൻ്റെ മകളാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പുറത്തു വിട്ടാൽ നല്ല പ്രശ്നമാകും, അവർ തന്നെ കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് വില്ലൻ നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആൻറ്റിയുടെ ഹസ്ബൻഡിന് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വില്ലൻ പറഞ്ഞതൊക്കെ നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് ചെയ്തു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ആ ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് ശരിക്കും ആ കാറ് തള്ളിയിട്ടത് നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡാണ്. അങ്ങനെയാണ് ഹീറോയിൻ്റെ അച്ഛനും അമ്മയും അവിടെ വെച്ച് മരണപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ ആൻറ്റി അറിഞ്ഞു. ആൻറ്റി ഇതൊക്കെ അറിഞ്ഞ് ആ ഷോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ദിവസം കാണിക്കുന്നത് നമ്മുടെ ആൻറ്റിയുടെ അസിസ്റ്റൻറ്റ് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ ആൻറ്റിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൻറ്റി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അവർ ഒന്ന് നോക്കണമെന്ന്, കാരണം ഹസ്ബൻഡിനാണ് ഡൗട്ട്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ഹസ്ബൻഡ് ഒരു സ്ഥലത്ത് വന്ന് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ അഫെയറുള്ള പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഫോട്ടോ എടുത്ത് ആൻറ്റിക്ക് അയച്ചു കൊടുത്തു. ആൻറ്റിക്ക് അയച്ചു കൊടുത്തപ്പോൾ ആൻറ്റി അതിൻ്റെ ഷോക്കായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം ആർക്കെങ്കിലും ദേഷ്യമൊക്കെ ഉണ്ടാകുമല്ലോ, ഒരാളുള്ളപ്പോൾ വേറൊരാൾക്ക് അഫെയർ വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നായിക ഹീറോയിനും കൊണ്ട് നേരെ ഹീറോൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് സേഫാക്കി വിടുന്നുണ്ട്. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട്, നീ ഇനിയും ജോലിക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിനോട് കുറേ പറയുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ പറയും ഇതായിരിക്കും നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നായകനെ വിട്ടിട്ട് പോകുന്നുണ്ട്. ഇത് ആകെ ഹീറോ ആകെ സങ്കടത്തിലായി. കാരണം ഇത്രയും ഹെൽപ്പൊക്കെ ചെയ്തിട്ട് തിരിച്ചെന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഓർത്തിട്ടായിരിക്കും. നമ്മുടെ ഹീറോയ്ക്ക് നല്ല വിഷമമായി. എന്നാലും വേറെ വഴിയൊന്നുമില്ലല്ലോ. ഹീറോ എന്നിട്ട് നമ്മുടെ നായികനെ വിളിച്ച് നോക്കുന്നുണ്ട്. നായികയ്ക്ക് കോൾ ചെയ്ത് നോക്കുമ്പോൾ നായിക ആ കോൾ കാണുമ്പോൾ തന്നെ ആ ഫോണിൻ്റെ ബാറ്ററി വരെ കളയുന്നുണ്ട്. കാരണം ഹീറോയുടെ അത്രയും ദേഷ്യമുണ്ട്. എന്നിട്ട് ഹീറോയിൻ്റെ അടുത്തുള്ള ജോലിക്കാരോട് പറയുന്നുണ്ട്, നമ്മുടെ നായികയുടെ അച്ഛനെ ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക് എടുക്കണം, നായികയുടെ അനിയനെ ഫ്രീ ആയിട്ട് ചികിത്സ നൽകണം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ആൻറ്റിയാണ്. ആൻറ്റി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നേരെ മറ്റേ അഫെയറുള്ള ഗേൾ എന്ന് പറയുന്നുണ്ടല്ലോ, ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. അവിടെ തന്നെയാണല്ലോ ആൻറ്റിയുടെ ഹസ്ബൻഡും ഉള്ളത്. അപ്പോൾ നേരെ അവിടേക്ക് വരികയാണ്. അവിടെ കാണിക്കുമ്പോൾ
ആൻറ്റിയുടെ ഹസ്ബൻഡുണ്ട്, പിന്നെ അഫെയർ വെച്ചിരിക്കുന്ന പെണ്ണുണ്ട്. അഫെയർ പെണ്ണ് എന്താ പറയുകയെന്ന് വെച്ചാൽ എപ്പോഴാണ് നിങ്ങളെ ആൻറ്റിയായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ആൻറ്റി പെട്ടെന്ന് കയറി വന്നിട്ട് നോക്കുമ്പോൾ ആൻറ്റിക്ക് ആകെ ഷോക്ക്. കാരണം ആ പെണ്ണ് വേറെ ആരുമല്ല, ആൻറ്റിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ വഴക്കായിരിക്കും. മറ്റേ ഹസ്ബൻഡിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഹസ്ബൻഡ് പറയും ഞാൻ പറയണതൊന്ന് കേൾക്കെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ അടുത്തേക്ക് വരും. അപ്പോൾ ഹസ്ബൻഡിനെ ഒന്ന് കൊടുക്കും. ഹസ്ബൻഡിനും കിട്ടി. അപ്പോൾ പിന്നെ അവരിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങളാണ് എല്ലാത്തിനും കാരണം, ഇത് ഞാനിപ്പോൾ തന്നെ ആ രാഷ്ട്രീയക്കാരൻ്റെ അടുത്ത് പറയുമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്ത് അവിടെ നിന്ന് മറ്റേ അഫെയർ പെണ്ണ് ആൻറ്റീനെ തള്ളിയിടും. അപ്പോൾ ആൻറ്റി അവിടെ വെച്ച് തലയിടിച്ച് താഴെ വീണ് മരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഹസ്ബൻഡിനാകെ ഷോക്കാവും. ഹസ്ബൻഡ് നേരെ അഫെയർ പെണ്ണിനെ നോക്കുമ്പോൾ അഫെയർ പെണ്ണാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ പേടിച്ച് ഒച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഞാൻ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം കാണാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ഹസ്ബൻഡിൻ്റെ യഥാർത്ഥ മുഖം തന്നെ കാണുന്നത്. ഹസ്ബൻഡ് നേരെ ഒരു ഗുണ്ടേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ നായകൻ്റെ തലയിൽ ഈ കുറ്റവും എങ്ങനെയെങ്കിലും ആക്കണം, അതിന് നീ ഹെൽപ്പ് ചെയ്യണം. അതിന് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹീറോയിൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ലാബുണ്ട്. അപ്പോൾ ആ ലാബിൽ പുതിയതായിട്ടൊരു വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വൈറസിന് ആകെ ഒരൊറ്റ ആൻറ്റിഡോട്ടേ ഉള്ളൂ. അപ്പോൾ ആ വൈറസ് എങ്ങനെയെങ്കിലും സ്പ്രെഡാക്കിയിട്ട് അതും ഹീറോയിൻ്റെ തലയിലാക്കുമ്പോൾ ഇവർക്ക് എളുപ്പമായല്ലോ. അപ്പോൾ ഇവരങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത അടുത്ത് തന്നെ നമ്മുടെ നായകൻ്റെ ഹീറോയിൻ്റെ വീട്ടിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ നായിക ജോലിക്ക് വന്നിട്ടുണ്ട്. റീസൺ എന്താണെന്ന് വെച്ചാൽ നായികയുടെ അച്ഛനെ ജോലി തിരിച്ച് കിട്ടി. പിന്നെ നായികയുടെ അനിയൻ്റെ പിന്നെ ഹോസ്പിറ്റൽ ചിലവൊക്കെ നമ്മുടെ ഹീറോ തന്നെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മുടെ നായികയ്ക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടേക്കാണ് ജോലിക്ക് വന്നു. എന്നിട്ട് നായിക കുറച്ച് ക്ലോസൊക്കെ ആയിട്ടാണ് പെരുമാറുന്നത്. ആ ടൈമിൽ നമ്മുടെ നായകനൊരു കോൾ വരികയാണ്. കോളിൽ വേറെ ആരുമല്ല, നമ്മുടെ നേരത്തെ മറ്റേ ഹസ്ബൻഡ് സെറ്റ് ചെയ്ത് ഗുണ്ടയാണ് വിളിക്കുന്നത്. ഗുണ്ട വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ അച്ഛനെ കൊന്നതും നിൻ്റെ അച്ഛനമ്മേനെ കൊന്നതും ആരാന്നൊക്കെ എനിക്കറിയാം, എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞു. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നായികേനെയും കൂട്ടിയിട്ട് ചെല്ലുകയാണ്. കാരണം നമ്മുടെ നായകനും നായികയും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. ഓക്കെ, അവിടെ നിന്ന് കട്ട് ചെയ്ത ലാബാണ് കാണിക്കുന്നത്. ലാബിൽ നമ്മുടെ ഗുണ്ട എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് മറ്റേ വൈറസ് എടുത്തിട്ട് ഇവരതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ പുറത്ത് വെച്ചത് ഓപ്പൺ ചെയ്യാമെന്നൊരു പ്ലാനാണ്. പിന്നെ പുറത്ത് അവർ ഓപ്പൺ ചെയ്തു. അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നായകനും നായികയ്ക്കും ആ വൈറസ് എഫക്റ്റ് ചെയ്തു. അപ്പോഴാണ് നമ്മുടെ നായകന് ഓർമ്മ വരുന്നത് ഈ ലാബിൽ തന്നെ ഒരു ആൻറ്റിഡോട്ടുള്ള കാര്യം. കാരണം മുമ്പ് അവിടെ ഉള്ളൊരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ വൈറസിന് ആകെ ഒരൊറ്റ ആൻറ്റിഡോട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നായകനത് ഓർമ്മ വന്ന് അതൊക്കെ തപ്പി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഈ ലാബിൽ തന്നെയാണല്ലോ അത് കാണണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കി നമ്മുടെ നായകൻ ആ ആൻറ്റിഡോട്ട് എടുത്ത് നായകനെ ആദ്യം ഇഞ്ചക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എന്ത് തോന്നിയെന്നറിയില്ല, നേരെ നമ്മുടെ നായികയ്ക്ക് ഇഞ്ചക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നായികേൻ്റെ അടുത്തു. അപ്പോൾ നമ്മുടെ നായിക അത് തട്ടി മാറ്റിയിട്ട് നമ്മുടെ നായകൻ്റെ കാലിൽ തന്നെ അത് ഇഞ്ചക്റ്റ് ചെയ്ത് അങ്ങനെ രണ്ടുപേരോടും മയം കിടക്കും. ഈ ശബ്ദമൊക്കെ കേട്ട് നമ്മുടെ നായികയുടെ അച്ഛനാണല്ലോ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നത്. നായികയുടെ അച്ഛൻ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. അയ്യോ എൻ്റെ മോൾക്ക് എന്ത് പറ്റി എന്നൊരു വിഷമത്തിൽ ഓടി വരികയാണ്. അപ്പോൾ അപ്പോഴാണ് കാണുന്നത് നമ്മുടെ നായകനും നായികയോടെ ബോധമില്ലാണ്ട് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഹീറോ അടുത്ത ദിവസം കണ്ണു തുറക്കുമ്പോൾ മുമ്പിൽ തന്നെ നമ്മുടെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡോ നീ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഗുണ്ടയാണ് കാണിക്കുന്നത്. ഗുണ്ട നേരെ പ്രസ് മീറ്റിൽ വന്നിട്ട് ഹീറോ പറഞ്ഞിട്ടാണ് ആൻറ്റിയെ കൊന്നതും വൈറസ് ലീക്ക് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹീറോനെ അറസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുവന്നത്. അതേ ജയിലിൽ തന്നെയാണ് നമ്മുടെ ഗുണ്ടയുള്ളത്. ഗുണ്ട അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ട് ആൻറ്റിയുടെ ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും നീ ഹീറോയിനെ ജയിലിലേക്ക് അയക്കുകയാണെങ്കിൽ നിനക്ക് 2 മില്യൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതൊക്കെ അവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ആ ഗുണ്ട ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കട്ട് ചെയ്താൽ കാണിക്കുന്നത് ഒരു ന്യൂസാണ് കാണിക്കുന്നത്. ന്യൂസിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹീറോയാണ് മറ്റേ വൈറസ് ലീക്ക് ചെയ്യാൻ പറഞ്ഞതെന്നും അതുപോലെ തന്നെ ആ വൈറസ് ലീക്ക് ചെയ്യാൻ പറഞ്ഞതും ഹീറോയാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതൊക്കെ കാണിച്ച് അടുത്ത സീനിൽ തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജയിലിലാണ് കാണിക്കുന്നത്. ജയിലിൽ നമ്മുടെ ഹീറോനെ ഓൾറെഡി കൊണ്ടുവന്നല്ലോ. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മുടെ ഗുണ്ടയും കിടക്കുന്നത്. ഗുണ്ട പറയുന്നുണ്ട് ഇവനെ ഞാൻ കാരണമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്, ഞാനാണ് ഇവനെ കുടുക്കിയതെന്നൊക്കെ അവരുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നല്ല കളിയാക്കലാണ്. പക്ഷെ ഇവർക്കറിയില്ലല്ലോ ഇതൊക്കെ ഹീറോയ്ക്ക് നല്ലതുപോലെ കേൾക്കുന്നുണ്ട്. കാരണം ഹീറോയ്ക്ക് കേൾവിശക്തി ഉണ്ടല്ലോ കൂടുതലാണല്ലോ. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ അവരുടെ ഇതിലേക്ക് ഗുണ്ടകളുടെ ഇതുണ്ടല്ലോ ഗുണ്ടകളുടെ ജയിലിലേക്ക് ഒരു പുതിയൊരു ചെറുക്കനെ കൊണ്ടുവന്നിട്ടാണ്. ആ ചെറുക്കനെ ആണെങ്കിൽ ഇവർ രാത്രി മുഴുവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരടിക്കുക. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ നമ്മുടെ
ആൻറ്റിയുടെ ഹസ്ബൻഡ് ആ ഗുണ്ടേനെ കാണാൻ വന്നേക്കാണ്. ഗുണ്ടേനോട് എന്താ പറയണതെന്ന് വെച്ചാൽ, നീ ഹീറോയിനെ ജയിലിൽ വെച്ച് കൊല്ലണം, കൊല്ലുകയാണെങ്കിൽ നിനക്ക് 10 മില്യൺ തരാമെന്നും നിന്നെ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്ത് ഐ മീൻ എന്താ പറയുക, ജാമ്യത്തിൽ പുറത്ത് കൊണ്ടുവരാമെന്നൊക്കെ വാക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ട ഗുണ്ട ആദ്യം ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, ജയിലിൽ വെച്ച് എന്തായാലും നടക്കില്ല, അത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് ലാസ്റ്റ് ഓക്കെ പറയുന്നുണ്ട്. ഗുണ്ടയും ഫ്രണ്ട്സൊക്കെ കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഹീറോയിനെ ഇങ്ങനെ കൊല്ലാമെന്ന് പറഞ്ഞിട്ട്. ഹീറോയിനെ ഫോളോ ചെയ്ത് പിന്നീട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഹീറോ ഇതൊക്കെ നല്ലപോലെ കേൾക്കുന്നുമുണ്ട്. നമ്മുടെ ഹീറോയിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഇവർ ഹീറോയിനെ അടിക്കാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഇതുണ്ടാവും, അതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഹീറോയിനെ അടിക്കാൻ വേണ്ടി ഒരാൾ ആദ്യം വരുന്നുണ്ട്. അപ്പോൾ ഹീറോ അത് സെൻസ് ചെയ്തിട്ട് പെട്ടെന്ന് മാറി കൊടുക്കുമ്പോൾ തന്നെ അടിക്കാൻ വന്നാൽ നേരെ താഴെ വീണ് ആളവിടെ തന്നെ ഇല്ലാണ്ടാവുകയാണ്, അതിന് മരിച്ചു പോവുകയാണ്. ഇത് കണ്ട ആൾക്കാരൊക്കെ ഷോക്കാണ്. അപ്പോൾ ഗുണ്ടയുടെ ഇതിലേക്ക് പുതിയൊരു ചെക്കൻ വന്നല്ലോ, ആ ചെക്കൻ അതുകൊണ്ട് നല്ല ഷോക്കാണ്. എന്നിട്ട് ഹീറോനെ മീറ്റ് ചെയ്തിട്ട് പറയുകയാണ്, അവർ നിന്നെ കൊല്ലാൻ നോക്കുകയാണ്, നീ ശ്രദ്ധിച്ചിരുന്നോളം പറയണം. അപ്പോൾ ഹീറോ പ്ലാൻ ചെയ്തിട്ട് നീ എനിക്ക് ഹെൽപ്പ് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും ശരി ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഫ്രണ്ടിൽ നടക്കുമ്പോൾ പിന്നിൽ ഈ പുതിയ പയ്യൻ എന്താ പറയുക പതുക്കെ പറഞ്ഞു കൊടുക്കുക അവരെവിടെയൊക്കെ ഉള്ളതെന്ന്. അത് പ്രകാരം അവരിങ്ങനെ റെസ്റ്റ് റൂമിലേക്ക് വരികയാണ്. റെസ്റ്റ് റൂമിലേക്ക് വന്നിട്ട് ഹീറോയിനോട് പറയുകയാണ്, അവരിങ്ങനെ നേരെ പോകണം, ലെഫ്റ്റിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, ഈ ഗുണ്ടയുടെ ആൾക്കാർ തീരുമാനിച്ചോ നമ്മളൊക്കെ അവനെ കൊല്ലാന്ന് വിചാരിച്ചാൽ അവൻ തന്നെ നമ്മുടെ കെണിയിൽ വരികയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷമായി. എന്നിട്ട് അവൻ അവിടെ ചെന്നിട്ട് നേരെ അവിടെ ടോയ്ലറ്റിൻ്റെ അവിടെ ഐ മീൻ റെസ്റ്റ് റൂമിൻ്റെ അവിടെ നമ്മുടെ ഗുണ്ടയുണ്ടാവും. ആ മുറി പെട്ടെന്ന് തുറക്കുകയാണ്. അവിടുന്ന് തുറന്നതും ആളുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ആൾ വിചാരിക്കും ലോട്ടറി അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് ഹീറോ ആ ഡോറ് ലോക്ക് ചെയ്യുന്നത്. ഡോറ് ലോക്ക് ചെയ്തതിന് ശേഷം ഹീറോയിൻ്റെ കയ്യിലൊരു കയറുണ്ടാവും. ആ കയറെടുത്തിട്ട് എന്താ പറയുക അവിടെ ഒരു ഇതുണ്ടാവും, അതിലിങ്ങനെ കൊളുത്തുകയാണ്. ഐ മീൻ ഹീറോ തൂങ്ങിച്ചാവുന്ന പോലെ. ഇത് കാണുമ്പോൾ എന്താ വിചാരിക്കുക, ആ ഗുണ്ടയാണ് നമ്മുടെ ഹീറോനെ കൊല്ലാൻ നോക്കിയെന്ന് വരും. അപ്പോൾ ഇത് മറ്റേ പുതിയ പയ്യൻ എന്താ ചെയ്യുക, അവിടെ ഉള്ള ഓഫീസറിൻ്റെ റൂമിൽ പോയിട്ട് പറയുകയാണ്, ഇന്നപോലെ ആ ഗുണ്ട ഹീറോനെ കൊല്ലാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണ്. അവരെ വിളിച്ചുകൊണ്ട് വന്ന് നേരെ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പോലീസുകാർ ഗുണ്ടേനോട് വാൺ ചെയ്യുകയാണ്, ഇനി ഹീറോയ്ക്ക് ഇവിടുന്ന് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ആയിരിക്കും തൂക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടയ്ക്ക് 4 ചവിട്ടൊക്കെ കൊടുത്ത് അവനവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഗുണ്ടയ്ക്കാണെങ്കിൽ ആകെ ഷോക്ക്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്നും ചെയ്യാണ്ട് പെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഗുണ്ടേനെ നമ്മുടെ ഹീറോ മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് ഗുണ്ടയോട് ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയാം, എൻ്റെ അച്ഛനമ്മേനെ ആരെ കൊന്നേന്നൊക്കെ അറിയുമോ ചോദിക്കുമ്പോൾ ഗുണ്ട പറയുന്നുണ്ട്, എനിക്ക് അധികം ഒന്നും അറിയില്ല, ഇതൊക്കെ ഞാൻ മറ്റേ ആൻറ്റിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഗുണ്ടേനാണ്. ഗുണ്ടയ്ക്ക് ആകെ വെയ്യാണ്ടായിക്കണം, കാരണം ആ വൈറസ് ഇവനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവന് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഹീറോയിൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്, എനിക്ക് നിന്നെക്കുറിച്ച് അധികം കാര്യങ്ങളൊന്നും അറിയില്ല, ആൻറ്റിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്തതെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തൊന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ, കാരണം ആൻറ്റിഡോട്ട് ഹീറോയിൻ്റെ മേത്ത് മാത്രമാണല്ലോ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എങ്ങനെയും രക്ഷിക്കണം എന്നൊക്കെ ഹീറോയിനോട് പറയും. ഹീറോ ആദ്യം പറ്റില്ല എന്ന് പറയുന്നുണ്ട്, നീ കാശിനല്ലേ ആവശ്യപ്പെട്ടെ, നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ കൂടെ നിന്നില്ലല്ലോ എന്നൊക്കെ, കാരണം മുമ്പൊരു ഡീല് സംസാരിച്ചല്ലോ, അതിൽ പിന്മാറിയതിൻ്റെ ദേഷ്യത്തിൽ ഹീറോ പറയുന്നുണ്ട്. എന്നാലും ഹീറോയിൻ്റെ അടുത്ത് കുറേ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കും. ലാസ്റ്റ് ഇയാൾ കാല് പിടിച്ച് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. നീ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ പിന്നീട് ചെയ്യാം, ഇതൊരു ഹെൽപ്പ് മാത്രം ചെയ്യണം എന്ന് നമ്മുടെ ഹീറോൻ്റെ കാല് പിടിച്ച് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോ ലാസ്റ്റ് ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കാരണം നമ്മുടെ ഗുണ്ടയ്ക്കും ആകെ വീയാണ്ടായില്ല. നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഉണ്ട്. എന്നിട്ട് ഹസ്ബൻഡ് വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നിൻ്റെ ആൻറ്റി മരിച്ചതിൽ എനിക്ക് ദുഃഖമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നീ അറിയാണ്ട് ചെയ്തതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു ലോയറെ വിളിച്ചിട്ട് ആ ലോയറോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് ഹസ്ബൻഡ് വരികയാണ്, ആൻറ്റിയുടെ ഹസ്ബൻഡ്. ഓക്കെ, അപ്പോൾ ലോയർ ആളുടെ കൂടെ എണീറ്റ് പോവുകയാണ്. അപ്പോൾ അവിടെയുള്ള പോലീസുകാരോട് നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ആ ഡോറൊന്ന് കുറച്ച് തുറന്ന് വെക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തുറന്ന് വെക്കുന്നുണ്ട്. എന്നാൽ ഹീറോയുടെ കഴിവ് വെച്ചിട്ട് അപ്പുറത്തെ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് ഹീറോയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അവരെന്താ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നപോലെ ആൾ എല്ലാ തെറ്റും ആര്യയുടെ ഹസ്ബൻഡാണ്, നിങ്ങളാണ് ചെയ്തത് എന്നാണ് ഹീറോ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അവന് വേറെന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, ചിലപ്പോൾ നമുക്ക് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് ആക്കേണ്ടി വരും, കാരണം അവനിങ്ങനെ പിച്ചും പേയൊക്കെ പറയുകയാണ് എന്നൊക്കെയാണ് ആൻറ്റിയുടെ ഹസ്ബൻഡ് പറയുന്നത്.
അപ്പോൾ ഇവർ അത് തന്നെയായിരിക്കും ശരിയെന്ന് വിചാരിക്കുകയാണ്, നമ്മുടെ ലോയർ അങ്ങനെ വിചാരിക്കുന്നത്. ഇതും നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്. ഹീറോ കേട്ട് തുടർന്ന് രക്ഷപ്പെടാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോൻ്റെ കൈ അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഹീറോയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഹീറോയ്ക്ക് അറിയാം ഇവിടുന്ന് വിട്ടഞ്ഞ് നേരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആയിരിക്കും എന്നെ ആക്കുക എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അപ്പോൾ രാത്രി ആയപ്പോൾ ഹീറോ ഇങ്ങനെ എന്താണ് പറയുക കിടക്കുകയാണ്. അപ്പോൾ ഹീറോയിനെ അവിടെ നിന്ന് ഒരാളെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആൻറ്റിയുടെ അസിസ്റ്റൻ്റാണ് നമ്മുടെ ഹീറോയിനെ വന്ന് അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്നത്. എന്നിട്ട് ഹീറോയിനെ കാറിലിരുത്തി അവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ നോക്കുകയാണ്. ഓക്കെ, ആ ടൈമിൽ പോലീസുകാരും ഇതറിഞ്ഞ് അവരുടെ കാറിനെ പിന്തുടർന്ന് പോലീസുകാരും പോകുന്നുണ്ട്. ഇതറിഞ്ഞ് നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡും ആളും ഹീറോയിനെ തിരഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അസിസ്റ്റൻറ്റ് നമ്മുടെ ഹീറോയിനെ ഒരു സ്ഥലത്ത് ഇറക്കി വിടുകയാണ്. കാരണം ഈ പോലീസ് പിന്തുടരുന്നതുകൊണ്ട് ഇവർക്ക് അധിക ദൂരം പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് വല്ല ടാക്സിയും പിടിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെടാൻ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ അവിടെ നിന്ന് ഇങ്ങനെ ടാക്സിക്ക് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡും ബോഡി ഗാർഡും വരുന്നുണ്ട്. എന്നിട്ട് അവിടെ വന്ന് നമ്മുടെ ഹീറോയിനെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ദൂരെ നിന്ന് നമ്മുടെ അസിസ്റ്റൻറ്റ് കാണുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനെ വിളിച്ച് പറയുന്നുണ്ട്, നീ എന്ത് പണിയാണ് കാണിച്ച്, നീ നേരെ ആൻറ്റിയുടെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിലാണോ പോയി കയറിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ഇനി ഒന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പാലത്തിൽ കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാറിൻ്റെ മുന്നിലേക്ക് നമ്മുടെ അസിസ്റ്റൻറ്റ് കാർ കൊണ്ട് നിർത്തുകയാണ്. ആ നിർത്തുന്ന ടൈമിൽ താര നോക്കാൻ വേണ്ടി നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് ഇറങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ബോഡി ഗാർഡ് പോകുന്നുണ്ട്. ഈ ടൈം നോക്കി ഹീറോ ഓടി രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഹീറോ അവിടെ നിന്ന് അവരുടെ കയ്യിൽ പെടുകയാണ്. എന്നിട്ട് നമ്മുടെ ആൻറ്റിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഇനി നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹീറോയ്ക്ക് ആകെ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ആ പാലത്തിൽ നിന്ന് താഴേക്ക് എടുത്ത് ചാടുകയാണ്. ഓക്കെ, നേരെ വെള്ളത്തിൽ പോയി വീഴുകയാണ്. ആൻറ്റിയുടെ ഹസ്ബൻഡ് എന്താ വിചാരിക്കുക വെച്ചാൽ കണ്ണ് കാണത്തുണ്ടാവില്ല, എന്തായാലും രക്ഷപ്പെടില്ല എന്നാണ് വിചാരിക്കുക. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്, ഹീറോ അവിടെ ഉള്ളൊരു എന്താ പറയുക ഈ വേസ്റ്റൊക്കെ ഇടുന്നൊരു സ്ഥലത്ത് കണ്ണ് തുറക്കുകയാണ്. ഇനി ഹീറോയ്ക്ക് എന്താ പറ്റിയത്, നമ്മുടെ നായികയ്ക്ക് എന്താ പറ്റിയത്, ഹീറോ ഇനി തിരിച്ചു വന്ന് റിവെഞ്ച് എടുക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. അടുത്ത പാർട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ അടുത്ത് ലൈക്ക് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യാം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രേഖപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരിക, അടുത്ത വീഡിയോയിൽ ഞാനത് തിരുത്താം. ഓക്കെ, ബൈ.